അപ്പൊ ഇപ്പൊ സമയം വെളുപ്പിന് 2:30 ആയിട്ടുണ്ട്. സംഭവം ഒരു ദിവസം യാസ് ഉറങ്ങാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടേ. അവൾക്ക് ഇപ്പൊ രാത്രി കളിക്കണം. ഈ ഓടിച്ചാടി അവിടെ ഓടി അതെടുത്ത് ഇതെടുത്ത് ഇങ്ങനെ കളിച്ച് നടക്കണം ആൾക്ക്. ഉറങ്ങാനൊക്കെ ഭയങ്കര പാടാ. ഒന്നാമതേ പകൽ ഉറക്കമില്ല. ഇപ്പൊ രാത്രിയും സെയിം കണക്കാണ്. അപ്പൊ ഇപ്പൊ ഉച്ച ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് വിരട്ടണം. അങ്ങനെയൊക്കെ ആയാലേ ഉറങ്ങത്തുള്ളൂ. അങ്ങനെ അവൾ ഉറങ്ങാൻ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനില്ലേ, മേ ബി ആരെങ്കിലും പറഞ്ഞേക്കാം റമദാൻ മാസത്തിൽ സിനിമ കാണലാണോ കൊച്ചേ നിന്റെ പരിപാടി എന്ന്. പക്ഷെ എനിക്ക് ഈ കുഞ്ചാക്കോ ബോബന്റെ പണ്ടത്തെ ഫിലിംസ് ഒക്കെ ഇല്ലേ, അനിയത്തി പ്രാവ്, നിറം, അങ്ങനെയുള്ള ഫിലിമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ ഇതിരുന്ന് കാണാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പണ്ടേ അത് ചില സമയങ്ങളിൽ ഈ ഫിലിം രണ്ടുമൊക്കെ ഞാനിരുന്ന് മാറി തിരിഞ്ഞൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഞാനൊരു മൂവി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, മൂവിയില്ല, ക്ലൈമാക്സിൽ ഇക്ക ഏതോ ഇക്ക ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇക്ക ഒരു ക്രിക്കറ്റ് മീൻസ് ഇക്കാക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതോ ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഇക്ക അതും കണ്ടുകൊണ്ടൊരു ഇരിപ്പുണ്ടായിരുന്നു. അവസാനം അതും കഴിഞ്ഞിട്ട് ഞാൻ എന്തോ കിച്ചണിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഇക്ക വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കിടക്കുന്നതിൻ്റെ അത്താഴത്തിന് വിളിക്കണ്ടാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്തായാലും ഇത്ര ആയില്ലേ, അത്താഴം കഴിച്ചിട്ട് അങ്ങ് കിടക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് കയറി പുട്ട് പുഴുങ്ങാൻ വെച്ചതാണ്. ഇപ്പം ഞാൻ മിക്ക ദിവസവും എനിക്കും പുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഈ മുട്ടായി ആർക്കെങ്കിലും ഇഷ്ടമാണ്? ട്വിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ തിന്നൊരു മുട്ടായി ഇതായിരുന്നു. കാരണം പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേവിങ്സ്, ഭയങ്കര കൊതി അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലും അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫുഡിനോട് അങ്ങനെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മിക്കപ്പോഴും മേടിച്ച് കഴിക്കുന്നൊരു മുട്ടായി ആയിരുന്നു. ആ ഒരു ടൈമിലുകൊണ്ട് ഈ അതുപോലെ തന്നെ ഈ ബ്രേക്ക് ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഈ ഒരു മുട്ടായിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ കുറച്ച് ദിവസമായി, കുറച്ച് നാളായി ട്വിക്സ് കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നോമ്പിന് ഞാനും മിക്ക ദിവസവും പുട്ടാണെന്നേ. പുട്ടെന്നെ കൊണ്ട് പറ്റാത്ത ഞാനാ. പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ മോക്ക് ചില സമയത്ത് അവക്കും അങ്ങ് പുട്ടാക്കി വെക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാറാണ് പതിവ്. ഇത് സംഭവം ഇന്നത്തെ വീഡിയോ എന്നറിയോ, ഞാൻ അന്ന് മീൻകറി ആക്കിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും മീൻകറിയും. അതിപ്പോൾ ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ശരി. അങ്ങനെ ഞാൻ വിചാരിച്ചു പുട്ടും മീൻകറിയും കൂടി കഴിക്കാൻ എൻ്റെ ഫേവറേറ്റ് ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇക്കാക്ക് പുട്ടും പപ്പടവും പഴവും മറ്റോ ആയിരുന്നു, കറി ഇല്ലായിരുന്നു അന്നും. അങ്ങനെ ഇക്കായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക എനിക്ക് ചൂടോടെ മുട്ട തൊലിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ചൂടോടെ എടുത്ത് അണ്ണാക്കിലോട്ട് കമത്തിയപ്പോഴത്തേനും വാ എല്ലാം കൂടി പൊള്ളിപ്പോയി ഗായ്സ്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, ലവ് യു, സീ യു ഓൾ.